വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് 2026-27 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകുന്നതാണ് ഇത്തവണത്തെ ബജറ്റ്. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമാപ്രകാശൻ അധ്യക്ഷയായ യോഗത്തിലാണ് ബജറ്റ് അവതരണം നടന്നത്. വൈസ് പ്രസിഡന്റ് തിലകൻ മാലിപ്പറമ്പിൽ ബജറ്റ് അവതരിപ്പിച്ചു. പ്രവർത്തകരെ, ഉദ്യോഗസ്ഥരെ, നമ്മുടെ നാടിന്റെ സാംസ്കാരിക പൈതൃകവും വികസന സ്വപ്നങ്ങളും കോർത്തിണക്കിക്കൊണ്ട് 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നു. മാറ്റത്തിന്റെ പാതയിലുള്ള വല്ലച്ചിറയുടെ സമഗ്ര പുരോഗതി ലക്ഷ്യമിച്ചുമാണ് ഈ ബഡ്ജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ വർഷത്തെ ബഡ്ജറ്റ് പ്രധാനമായും ഊന്നൽ നൽകുന്നത് താഴെ പറയുന്ന 5 സ്തംഭങ്ങളിലാണ്. കാർഷിക നവോത്ഥാനം, ആരോഗ്യവും ശുചിത്വവും, ബാലസൗഹൃദ ഗ്രാമം, വയോജന സൗഹൃദ ഗ്രാമം, അടിസ്ഥാന സൗകര്യങ്ങളോട് കൂടിയ ഗ്രാമം, നെൽകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് പ്രത്യേക സബ്സിഡി, പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളുടെ ഭൗതിക സൗകര്യം മെച്ചപ്പെടുത്തൽ, വയോജനങ്ങൾക്കായി സായാഹ്ന സൗഹൃദ കേന്ദ്രങ്ങൾ, ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്തും, എല്ലാ വീടുകളിലും കുടിവെള്ളം കണക്ഷൻ എന്നിവയാണ്. പ്രിയപ്പെട്ടവരെ, വിഭവങ്ങളുടെ പരിമിതികൾക്കിടയിലും ഓരോ രൂപയും കൃത്യമായി സുതാര്യമായി വിനിയോഗിക്കുന്നുവെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. കവികളുടെയും കലാകാരന്മാരുടെയും ഈ മണ്ണിൽ വികസനം കേവലം നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഒതുങ്ങാതെ മനുഷ്യൻ്റെ ജീവിത നിലവാരം ഉയർത്തുന്ന ഒന്നായിരിക്കണമെന്ന് ഈ ഭരണസമിതി ആഗ്രഹിക്കുന്നു. 32.07 കോടി രൂപ വരവും 30.51 കോടി രൂപ ചിലവും 1.56 കോടി രൂപ നീക്കിയിരിപ്പും വരുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. കാർഷിക മേഖലയ്ക്ക് 62,68,000 രൂപയും ഭവന നിർമ്മാണത്തിന് 1,55,80,000 രൂപയും ബജറ്റിൽ വകയിരുത്തി. കൂടാതെ ആരോഗ്യ മേഖലയ്ക്ക് 86,95,293 രൂപയും റോഡ് ഉൾപ്പെടുന്ന പശ്ചാത്തല മേഖലയുടെ വികസനത്തിന് 8,83,89,000 രൂപയും പുതിയ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും ബജറ്റ് അവതരണ യോഗത്തിൽ പങ്കെടുത്തു.